കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ഈ ദിവസം നാം ആചരിക്കുന്നല്ലോ. കുട്ടികളുടെ ആത്മീക പരിപോഷണത്തിന് വേണ്ടി തുടക്കം കുറിച്ച റോബർട്ട് ഡൈക്സിനെ ഓർക്കുകയും കുഞ്ഞുങ്ങളുടെ ആത്മീക പരിപോഷണവും അതുപോലെ ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം തന്നെ. ദൈവത്തിൻ്റെ ദാനമായ മക്കളെ ഉത്തരവാദിത്തോടുകൂടെ വളർത്തുക എന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നത് ഒരു അഭിമാനമാണ്. അല്പനേര ധ്യാന ചിന്തയ്ക്കായിട്ട് ഇന്നത്തെ ചിന്താവിഷയം നമുക്ക് മുമ്പിൽ ഒരു ചോദ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. ഈ പൈതൽ എന്തായി തീരും? ദക്ഷിണേന്ത്യ സഭ അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുന്ന ഈ ദിവസം ഈ പൈതൽ എന്തായി തീരും എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു പൈതൽ ആരാകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്. എന്നാൽ ഓരോ വ്യക്തിയും ആരാകണം, ആരായി തീരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയാണ്. കാരണം വ്യത്യസ്തമായ കഴിവുകളും താലന്തുകളും ഓരോ വ്യക്തികളിലും ഓരോ കുഞ്ഞുങ്ങളിലുമുണ്ട്. ഒരിക്കൽ ഒരു പൂന്തോട്ടത്തിൽ ഈ തോട്ടക്കാരൻ നടക്കുമ്പോൾ ഒരു വിത്ത് മണ്ണിൽ കിടപ്പുണ്ടായിരുന്നു. തോട്ടക്കാരൻ ഈ വിത്തിനെ കണ്ടിട്ട് ഈ വിത്ത് എന്തായി തീരും എന്ന് അത്ഭുതപ്പെട്ടു നോക്കി. ഒരുപക്ഷെ ഒരു ചെടിയാകാം, അല്ലെങ്കിൽ ഒരു മരമാകാം എന്ന് ഈ തോട്ടക്കാരൻ ചിന്തിച്ചു. തോട്ടക്കാരനോടൊപ്പമുള്ള മറ്റുള്ളവരും ഈ വിത്ത് എന്തായി തീരും എന്നും അവർ ചിന്തിച്ചു. എന്താകാൻ സാധാരണ ഒരു വിത്തല്ലേ, എന്തായി തീരും എന്നും അവരും ചിന്തിച്ചു. എന്നാൽ തോട്ടക്കാരൻ ആ വിത്തിനെ സ്നേഹത്തോടെ പരിപാലിച്ചു അതിന് വേണ്ടുന്നതായ എല്ലാ വളവും വെള്ളവും സമയക്രമത്തിന് ഓരോ കാര്യങ്ങളും ഈ തോട്ടക്കാരൻ ആ വിത്തിനെ പരിപാലിച്ചു. വിത്ത് നാളുകൾ കഴിഞ്ഞു പോയി, വിത്ത് മുളപൊട്ടി, കാലങ്ങൾ കഴിഞ്ഞു, അതൊരു ചെടിയായി, ഒരു മരമായി, അനേകർക്ക് തണലായ ഈ മരം മാറി. അനേക പക്ഷികൾക്ക് കൂടുകൾ കൂട്ടുവാനും അനേകർക്ക് വഴിയാത്രക്കാർക്ക് ഇതൊരു തണൽ മരമായി മാറി. പ്രിയമുള്ളവരെ, ഈ തോട്ടക്കാരൻ അന്ന് ചിന്തിച്ചു ഈ വിത്ത് എന്തായി തീരുമെന്ന്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ആ ചിന്ത ഒന്നുകൂടെ അവിടെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള ഒരു തണൽമരമായി മാറി. അന്ന് എന്താകുമെന്ന് ചിന്തിച്ചു, ഇന്ന് അതൊരു തണൽമരമായി മാറി. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് ചുറ്റുമുള്ള ഓരോ പൈതങ്ങളും ഓരോ കുഞ്ഞുങ്ങളും ഒരു വിത്ത് പോലെയാണ്. അവർക്കുള്ളിൽ അനേക വലിയ സാധ്യതകൾ, കഴിവുകൾ, താലന്തുകളൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ താലന്തുകളൊക്കെ ശരിയായ രീതിയിലുള്ള പരിപാലനവും സ്നേഹവും കരുതലും പ്രോത്സാഹനവും ലഭിക്കുമ്പോൾ അവർ തങ്ങളുടെ ഏറ്റവും വലിയ സാധ്യതകളിലേക്ക് ഉയർന്ന് കയറും. ആ ഉന്നതങ്ങളിലേക്ക് അവർ എത്തിച്ചേരും. അവർക്ക് വേണ്ടുന്നതായ പ്രോത്സാഹനവും അവർക്ക് വേണ്ടുന്നതായ പരിപാലനവും സ്നേഹവും നമ്മൾ പകർന്നു കൊടുക്കുക. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് ചിന്തിക്കുമ്പോൾ പഴയ നിയമ വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ ശിംശോന്റെ ജനനത്തിന് മുമ്പ് തന്നെ അവൻ്റെ മാതാപിതാക്കൾ മകനെ കൃത്യമായ ചിട്ടയിൽ വളർത്തുന്നതിന് തീരുമാനമെടുത്തു. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവർ തീരുമാനമെടുത്തു. അതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അതിന് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ശക്തനായ ഒരു നേതാവായി മാറുകയാണ് ശിംശോന്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ പൗരോഹിത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന യോഹന്നാനെയാണ് കാണുന്നത്. കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ പ്രവാചക ശുശ്രൂഷയായിരുന്നു യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്തത് ചെറുപ്പത്തിൽ തന്നെ ഈ വെല്ലുവിളികളെ തിരഞ്ഞെടുത്തു. ചെറുപ്പത്തിൽ തന്നെ പൗരോഹിത്യ കുടുംബത്തിൽ ഒരു വിശ്വാസ പരിശീലനത്തിൽ യോഹന്നാൻ വളർത്തപ്പെട്ടു. അതുകൊണ്ട് ജീവിതത്തിൽ അതിനേറ്റവും വലിയ സഹായകമായി തീർന്നു. ഇപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം. ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നഷ്ടമായി പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയല്ല,
മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കാനും നാം ഓരോരുത്തരും സജ്ജരായി തീരണം. അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും, അവരുടെ ആവശ്യങ്ങളെയും, അവരുടെ അവകാശങ്ങളെയും, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളെയും എല്ലാം കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനാ നന്ദിയോട് സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാനും അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ഞങ്ങൾ ഇന്ന് ആചരിക്കുമ്പോൾ പിതാവേ, ലോകമെമ്പാടുമുള്ള സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും എല്ലാ പൈതങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിന് മാതൃകയുള്ള മക്കളായി വളരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.